ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉള്ളിപ്പൂ വെച്ചുള്ള ഒരു തോരനാണ്. നല്ല ടേസ്റ്റാണ്, ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു കെട്ട ഉള്ളിപ്പൂ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉണങ്ങിയതോ അല്ലെങ്കിൽ ചീഞ്ഞതോ ആയ ഭാഗമൊക്കെ കണ്ടിച്ച് കളയാം. പിന്നെ ഇതിൽ കുറച്ച് പൂവുണ്ടല്ലോ, ആ പൂവെല്ലാം കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിന് ശേഷം അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചതിനകത്തിലേക്ക് ഒരു സവാള മീഡിയം സൈസിലുള്ളത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാടുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വാടി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവയുടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചകുത്തിലൊക്കെ മാറിക്കഴിയുമ്പം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചതച്ചെടുക്കാനെ കൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 പിടി തേങ്ങായും 2 പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒതുക്കിയതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരപ്പും സവാളയെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതും ഈ ഉള്ളിപ്പൂവും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ചെറുതീയിൽ വെച്ച് മൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാത്ത കാരണം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.